നിങ്ങൾ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കൊടുക്കുന്നില്ലെന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. ആർക്കും വന്ന് എന്നെ കാണാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുവാൻ സാധിക്കുകയില്ല, അനുവാദം ചോദിച്ചാലും കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കിംവദന്തികൾ, കുറെ ഫ്ലാഷ് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ല വാർത്താമാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. അതിന് സപ്പോർട്ട് പിടിച്ചുകൊണ്ട് പ്രതിപക്ഷവും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നതിൽ മുഖ്യമന്ത്രിയോട് സ്നേഹം കൂടിയവരും ഒക്കെ ഏറ്റുപിടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ KSUമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങളിലും അവരെ കാണാൻ അനുവാദം കൊടുത്തില്ലെന്നും ഒക്കെ വന്നതോടുകൂടി ആ വാർത്തയ്ക്ക് വളരെയധികം പ്രാധാന്യം വന്നിട്ടുമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പല ന്യൂസുകളും വ്യാഴാഴ്ച തൊട്ട് അടുത്ത ബുധനാഴ്ച രാവിലെ വരെ സ്പ്രെഡ് ആകുകയും അതിനുശേഷം അതിന് മുഖ്യമന്ത്രി തന്നെ ബുധനാഴ്ച നടക്കുന്ന പത്രസമ്മേളനത്തിൽ വിശദീകരണം കൊടുക്കുന്നതോടുകൂടി അതിന്റെ കട്ടയം പടം മടങ്ങുകയും ചെയ്യും എന്ന് കഴിഞ്ഞ 2-3 ആഴ്ചകളിലെ അനുഭവം കൊണ്ട് പബ്ലിക്കിന് മനസ്സിലായി കഴിഞ്ഞതാണ്. അതേമാതിരി ഒരു ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി അനുവാദം കൊടുക്കുന്നില്ല എന്നുമുള്ളത്. അതിന് ഉത്തരമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ നിങ്ങൾ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കൊടുക്കുന്നില്ലെന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. ആർക്കും വന്ന് എന്നെ കാണാം, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ വരുന്നത്. 10,000-കണക്കിന് പരാതികളാണ് കിട്ടുന്നത്. ആ പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയ്തിട്ടുണ്ട്. ഒരാൾക്കും എന്റെ ഓഫീസ് ഇതുവരെ അനുമതി നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ പല വാർത്തകളും കൊടുത്തു അനുമതി നിഷേധിച്ചെന്ന്. ഇത് ശരിയല്ല. കാരണം ഒരു വ്യക്തിക്ക് കാണാൻ പറ്റാവുന്നതിന്റെയൊക്കെ അപ്പുറത്താണ് ആളുകളെ കാണുന്നത്. തീരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരികയാണ്. PSC പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, ആശ്രിത നിയമനത്തിന് വേണ്ടി വരുന്ന ആളുകൾ, ബാങ്ക് ജപ്തിയുമായി വരുന്ന ആളുകൾ, ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളെ മുതൽ ബാങ്കുകളുടെ പ്രതിനിധികൾ, സംഘടനകളുടെ പ്രതിനിധികൾ, കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി താല്പര്യമായിട്ട് വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കാണുന്നുണ്ട്. ഒരാൾക്കും അനുമതി നിഷേധിച്ചിട്ടില്ല. ഞാനും എന്റെ ഓഫീസ് നിഷേധിക്കുകയില്ല. ഞാൻ അതുകൊണ്ടല്ല ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വന്ന് എന്നെ കണ്ടപ്പോൾ അത് വിവാദമാക്കാൻ ശ്രമിച്ചു. എല്ലാ സംഘടനകളിൽപ്പെട്ട ആളുകൾ വന്ന് ഇന്നിപ്പോ SFIയുടെ പ്രതിനിധികൾ ചോദിച്ചിട്ടുണ്ട്, അവസരം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും കാണുന്നില്ലെന്നോ എന്റെ ഓഫീസ് ആർക്കെങ്കിലും അനുമതി നിഷേധിച്ചെന്നോ നിങ്ങൾ ദയവീത് വാർത്ത കൊടുക്കുന്നത്, അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഈ ആഴ്ചയുള്ള മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വലിയ പരാതിയിലൊന്നും തീർപ്പായിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുന്നില്ലെന്ന് ഉള്ള പ്രചരണത്തിന് ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ അറുതി വർത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും അടുത്ത ആഴ്ചത്തേക്ക് എന്ത് ചെയ്യും മല്ലയ്യ എന്ന് സലീം കുമാർ പറയുന്ന മാതിരി പുതിയതെന്തുവേലും നോക്കണം മല്ലയ്യ എന്ന് മുഖ്യമന്ത്രിയെ എതിർക്കുന്നവർ ചിന്തിച്ചു തുടങ്ങി. ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മെയിൻ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണയൻ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നതാണ്. കാരണം ഏത് ന്യൂസിൽ നോക്കിയാലും നുണയനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ ദിവസങ്ങളിലായി കാണുന്ന എനിക്ക് ഇങ്ങേര് എന്താണ് നുണ പറയുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ജനങ്ങളുടെ അടുക്കൽ ഇത്രയും ഇഴുകിച്ചേർന്ന് ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പ്രതിപക്ഷമായാലും ശരി, ഭരണപക്ഷത്തുള്ള മുഖ്യമന്ത്രി എതിർക്കുന്നവരായാലും ശരി, ഇങ്ങനെ പടച്ചു വിട്ടു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പുതിയ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.